ശരിയായ തയ്യാറെടുപ്പുകൾക്കൊപ്പം കൃത്യമായ തൊഴിൽ വിവരങ്ങളും അറിയേണ്ടത് പുതിയ അവസരങ്ങൾ നേടിയെടുക്കുന്നതിന് അനിവാര്യമാണ്. ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന IBPS പരീക്ഷാ വിജ്ഞാപനവും ഏറ്റവും പുതിയ PSC വിജ്ഞാപനവും ഉൾപ്പെടുന്ന എംപ്ലോയ്മെന്റ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയൊരു അധ്യായത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തദ്ദേശ സ്വയംഭരണ ERA വകുപ്പിൽ സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഹോമിയോപ്പതി വകുപ്പിൽ മെഡിക്കൽ ഓഫീസർ ഹോമിയോ, കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, ഫിഷറീസ് വകുപ്പിൽ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, ഭൂവിനിയോഗ വകുപ്പിൽ ജിയോളജിക്കൽ അസിസ്റ്റന്റ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ സ്റ്റേഷൻ ഓഫീസർ ട്രെയിനി, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ, ഇൻസ്പെക്ടർ ഗ്രേഡ് 2, ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ സ്റ്റോർ കീപ്പർ, കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ ബോട്ട് സ്രാങ്ക്, അപ്ഹോൾസ്റ്ററർ, കേരള ജല അതോറിറ്റിയിൽ ഫിറ്റർ, കേരളത്തിലെ സർവകലാശാലകളിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് ലിമിറ്റഡിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, കേരള സംസ്ഥാന പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ പ്രൈവറ്റ് സെക്രട്ടറി ടു മാനേജിംഗ് ഡയറക്ടർ, പൊതുഭരണ വകുപ്പിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ മോർച്ചറി ടെക്നീഷ്യൻ ഗ്രേഡ് 2, ആരോഗ്യ വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2, കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ സ്റ്റാറ്റിസ്റ്റിക്സ്, ഭാരതീയ ചികിത്സാ വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ആയുർവേദം തുടങ്ങി 34 തസ്തികകളിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ഇതിൽ നേരിട്ടുള്ള നിയമനവും തസ്തിക മാറ്റം വഴിയുള്ള നിയമനവും പട്ടികജാതി പട്ടികവർഗക്കാർക്കായുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റും സംവരണ സമുദായങ്ങൾക്കുള്ള NCA നിയമനവും ഉൾപ്പെടുന്നു. കാറ്റഗറി നമ്പർ 44/2026 കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ എഞ്ചിനീയറിംഗ് ബിരുദമാണ്, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ AMIE ഇന്ത്യ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ സെക്ഷൻ A ആൻഡ് സെക്ഷൻ B ആണ്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇൻ ഇന്ത്യയുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഡിപ്ലോമ അല്ലെങ്കിൽ അതിന് തുല്യമായി അംഗീകരിച്ച മറ്റ് ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ബദൽ യോഗ്യതയായി കണക്കാക്കുന്നു. ഒഴിവുകളുടെ എണ്ണം 1. പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ. 51,400 മുതൽ 1,10,300 രൂപ വരെയാണ് ശമ്പളമായി ലഭിക്കുന്നത്. കാറ്റഗറി നമ്പർ 45/2026 ഫിഷറീസ് വകുപ്പിൽ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്കുള്ള യോഗ്യത ഫിഷറീസ് സയൻസ് ബിരുദമാണ്, അല്ലെങ്കിൽ ഫിഷറീസ് സയൻസ്, ഇൻഡസ്ട്രിയൽ ഫിഷറീസ്, മാരികൾച്ചർ, മറൈൻ ബയോളജി, കോസ്റ്റൽ അക്വാകൾച്ചർ, അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ്, അക്വാകൾച്ചർ ആൻഡ് ഫിഷറി മൈക്രോബയോളജി, ക്യാപ്ചർ ആൻഡ് കൾച്ചർ ഫിഷറീസ്, അക്വാകൾച്ചർ ആൻഡ് ഫിഷറി ബയോളജി, അപ്ലൈഡ് ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ, ഫിഷ് പ്രോസസ്സിംഗ് ടെക്നോളജി ആൻഡ് അക്വാകൾച്ചർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സുവോളജി എന്നിവയിൽ ഏതിലെങ്കിലുമുള്ള ബിരുദാനന്തര ബിരുദമാണ്. ഒരൊഴിവാണ് ഈ തസ്തികയിലുള്ളത്. പ്രായം 18 മുതൽ 40 വയസ്സ് വരെ. ശമ്പളം 50,200 മുതൽ 1,05,300 രൂപ വരെ. കാറ്റഗറി നമ്പർ 46/2026 ഭൂവിനിയോഗ വകുപ്പിൽ ജിയോളജിക്കൽ അസിസ്റ്റന്റ് തസ്തികയിൽ 6 ഒഴിവുകളാണ് ഉള്ളത്. പ്രായം 18 മുതൽ 40 വയസ്സ് വരെ. ശമ്പളം 43,400 മുതൽ 91,200 രൂപ വരെ. ജിയോളജിയിലോ മറൈൻ ജിയോളജിയിലോ ഉള്ള ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ തത്തുല്യമാണ് വിദ്യാഭ്യാസ യോഗ്യത. കാറ്റഗറി നമ്പർ 51/2026 കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ ബോട്ട് സ്രാങ്ക് തസ്തികയിൽ 7 ഒഴിവുകളാണുള്ളത്. യോഗ്യത SSLC ജയം അല്ലെങ്കിൽ തത്തുല്യമാണ്. 2010 കേരള ഇൻലൻഡ് വെസൽസ് നിയമങ്ങൾ പ്രകാരം അല്ലെങ്കിൽ മെർക്കൻഡൈൽ മറൈൻ ഡിപ്പാർട്ട്മെൻറ്റ് അഥവാ
MMD ലൈസൻസുകൾ പ്രകാരം വ്യക്തമാക്കിയ ഒരു അതോറിറ്റി നൽകുന്ന സാധുവായ സ്രാങ്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം. പ്രായം 18 മുതൽ 40 വയസ്സ് വരെ. ശമ്പളം 26,500 മുതൽ 60,700 രൂപ വരെ. കാറ്റഗറി നമ്പർ 50/2026. കേരളത്തിലെ സർവകലാശാലകളിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്കുള്ള യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യവും, ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് KGTE ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ തത്തുല്യവും, മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യവുമാണ്. 27,900 മുതൽ 63,700 രൂപ വരെയാണ് ശമ്പളമായി ലഭിക്കുന്നത്. പ്രായം 18 മുതൽ 40 വയസ്സ് വരെ. മറ്റ് തസ്തികകൾ, യോഗ്യതകൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കുക. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 5. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ സേഫ്റ്റി അസിസ്റ്റന്റ്, ഓട്ടോ ഇലക്ട്രീഷ്യൻ, സെറാങ്, എൻജിൻ ഡ്രൈവർ എന്നീ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 5 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം ലഭിക്കുന്നത്. സേഫ്റ്റി അസിസ്റ്റന്റ് തസ്തികയിൽ 13 ഒഴിവുകളാണ് ഉള്ളത്. SSLC വിജയവും സേഫ്റ്റി അല്ലെങ്കിൽ ഫയറിലുള്ള 1 വർഷത്തെ ഡിപ്ലോമയുമാണ് യോഗ്യത. പ്രായം 2026 ജൂലൈ 22 45 വയസ്സ് കവിയാൻ പാടില്ല. ഓട്ടോ ഇലക്ട്രീഷ്യൻ തസ്തികയിൽ 2 ഒഴിവുകളാണ് ഉള്ളത്. യോഗ്യത 10ാം ക്ലാസ് വിജയവും മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ട്രേഡിൽ ITI NTCയുമാണ്. പ്രായം 2026 ജൂലൈ 22 45 വയസ്സ് കവിയാൻ പാടില്ല. സെറാങ് തസ്തികയിൽ 6 ഒഴിവുകളാണ് ഉള്ളത്. യോഗ്യത 7ാം ക്ലാസ് വിജയവും സെറാങ് അല്ലെങ്കിൽ ലാസ്കർ കം സെറാങ് സർട്ടിഫിക്കറ്റുമാണ്. പ്രായപരിധി 45 വയസ്സ്. എൻജിൻ ഡ്രൈവർ തസ്തികയിൽ 2 ഒഴിവുകളാണ് ഉള്ളത്. 7ാം ക്ലാസ് വിജയവും എൻജിൻ ഡ്രൈവർ സർട്ടിഫിക്കറ്റുമുള്ളവർക്കാണ് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. പ്രായപരിധി 45 വയസ്സ്. എല്ലാ തസ്തികയിലേക്കും പ്രവൃത്തി പരിചയം അത്യാവശ്യമാണ്. ഇത് സംബന്ധിച്ച വിവരങ്ങൾക്കായി www.cochinshipyard.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 22. പൊതുമേഖലാ ബാങ്കുകളിൽ പ്രൊബേഷണറി ഓഫീസർ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ട്രെയിനി തസ്തികകളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പൊതുപരീക്ഷയ്ക്കായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ അഥവാ IBPS വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യുക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നീ ബാങ്കുകളിലായാണ് നിയമനം ലഭിക്കുന്നത്. ആകെ 6,715 ഒഴിവുകളാണ് ഉള്ളത്. പ്രിലിമിനറി പരീക്ഷ 2026 ഓഗസ്റ്റിലും മെയിൻ പരീക്ഷ 2026 ഒക്ടോബറിലുമായിരിക്കും നടക്കുന്നത്. പ്രായം 20 മുതൽ 30 വയസ്സ് വരെ. അർഹരായ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ വയസ്സിളവുകൾ ലഭിക്കുന്നതാണ്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം അല്ലെങ്കിൽ തത്തുല്യമാണ് വിദ്യാഭ്യാസ യോഗ്യത. പ്രാഥമിക പരീക്ഷയ്ക്കും മെയിൻ പരീക്ഷയ്ക്കും കേരളത്തിലും ലക്ഷദ്വീപിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 21. വെബ്സൈറ്റ് www.ibps.in. ഈ ആഴ്ചയിലെ തൊഴിലവസര വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.